ആന്ധ്രാപ്രദേശിലെ വൈസാഗിലെ മുരളീനഗറിലെ NGOS കോളനിയിലാണ് ജയ് ജമീമ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നത്. അവരവരുടെ ഏർലി 20s ഈ ജയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്ക് പാരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവരെ നോക്കി വളർത്തിയതൊക്കെ ഒരു മാമനായിരുന്നു. അപ്പോൾ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ജോലിക്കൊന്നും പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപാടധികം പണം സമ്പാദിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ടാവുകയാണ്. അങ്ങനെ തൻ്റെ ഭംഗി വെച്ച് പണം സമ്പാദിക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FBയിൽ ഇൻസ്റ്റ തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയാസിലെല്ലാം തന്നെ തൻ്റെ കുറച്ച് നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തു. അവർക്ക് നല്ല റെസ്പോൺസും കിട്ടി, ഒരുപാടധികം കമൻസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു ഫസ്റ്റ് സ്ട്രാറ്റജി വിജയിക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് അവർ വല വിരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. അങ്ങനെ ജയ് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിനും വീഡിയോസിനും മറ്റുമൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസും മറ്റും വരാനായിട്ട് തുടങ്ങി, കമൻസ് മെസ്സേജസ് എല്ലാം തന്നെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കില്ല. ഇവർ ഓരോരുത്തരുടെയും പ്രൊഫൈലും മറ്റുമൊക്കെ കയറി നോക്കും. എന്നിട്ട് ഒരു റിച്ച് ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് ഇവർക്ക് വീടുണ്ട്, കാറുണ്ട്, ഒരുപാടധികം പണം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് റിപ്ലൈ കൊടുക്കാറുള്ളൂ. അതായത് കാശുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമല്ലേ പൈസ അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള ആളുകളെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അവരെ തന്നെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ഗെയിം പ്ലാൻ നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ അതൊരു പയ്യൻ്റെ പ്രൊഫൈലായിരുന്നു. ഒരു പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ ആ പയ്യൻ അമേരിക്കയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയ് നോക്കുമ്പോൾ ഈ പയ്യൻ്റെ ഫാമിലി നല്ല റിച്ച് ഫാമിലിയാണ്. അതുപോലെ തന്നെ പയ്യൻ അമേരിക്കയിൽ പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ പയ്യനുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് ഇവർ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കാനും തുടങ്ങി. അപ്പോൾ ഈ ഫോൺ കോളിൻ്റെ ഒക്കെ ഇടയിൽ ഈ ജയ് എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളതൊക്കെ പറയാറുണ്ടായിരുന്നു. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചും ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാറുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ ആ പയ്യനത് ജസ്റ്റ് ഒരു ടൈം പാസ് ആയിരുന്നു. ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വല വിരിക്കുകയുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും ജയ് സ്ഥിരമായിട്ട് ആ ഒരു പയ്യൻ്റെ അടുത്ത് തനിക്ക് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണെന്നും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഈ പയ്യൻ ചെറുതായിട്ടൊക്കെ ബാക്ക് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് അത്ര പഴയ പോലെ റെസ്പോണ്ട് ചെയ്യാതിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, അതായത് ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മളെ ട്രാപ്പിൽ വീഴില്ല. അപ്പോൾ അതിനായിട്ട് വേറെ ഒരു പരിപാടി കൂടെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ പയ്യൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയായിരുന്നു. അതായത് ചാറ്റ് ചെയ്ത് കോൾ ചെയ്ത് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഈ അഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നെ ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ തന്നെ ആ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ആ പയ്യൻ്റെ വീട്ടിലോട്ട് പോയി പാരൻസിനൊക്കെ ആയിട്ട് സംസാരിച്ചു. അതിനുശേഷം നിങ്ങളുടെ മകനുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. എന്നാൽ ആ ഒരു ടൈമിൽ പാരൻസിനും ഈ ഒരു പെൺകുട്ടിയെ അത്ര വലിയ രീതിയിൽ താല്പര്യമൊന്നും ആയില്ല. അങ്ങനെ അവരും ഇതേപോലെ തന്നെ സമാധാനിപ്പിച്ച് ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരും US പോവുകയാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി നോക്കുമ്പോൾ ആ പയ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന യാതൊരു ലിങ്കും തൻ്റെ കയ്യിലില്ല. എന്നാലും തോറ്റു കൊടുക്കാനായിട്ട് ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. വീണ്ടും ആ ഒരു പയ്യനെ കോൾ ചെയ്യുകയാണ്, മെസ്സേജ് ചെയ്യുകയാണ്. ഈ പയ്യനാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ്, എനിക്ക് നിന്നെ മാത്രം മതി, നിൻ്റെ പൈസ സ്വത്തോ കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ ആഗ്രഹിച്ചത്, എന്താ പറയുക, ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം മാത്രമാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്, കരയാണ്. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുകയായിരുന്നു. എല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ നല്ല രീതിയിൽ ആക്ട് ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അവസാനം അവരുടെ ആ ഒരു അഭിനയത്തിൽ വീണിട്ട് ഈ ഒരു പയ്യൻ വിചാരിക്കുകയാണ്, ഓക്കെ, ഈ പെൺകുട്ടിക്ക് എന്നോട് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, നമ്മളായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്, അല്ലാതെ നമ്മളെ പൈസ കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ല എന്ന് ആ ഒരു പയ്യൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ കാണുന്നതിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ഈ പയ്യൻ US നിന്ന് വൈസാഗിലോട്ട് വരികയാണ്. അപ്പോൾ അന്നത്തെ ദിവസം അവർ മീറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു തങ്ങിയിരുന്നത്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ പ്രണയത്തിലായിരുന്ന കപ്പിളായിരുന്നത് കൊണ്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അന്നത്തെ ദിവസം തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി അന്നും അവർ ആ ഒരു വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ടൈം എൻജോയ് ചെയ്യുകയായിരുന്നു. എന്നാൽ അന്ന് ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും, അതായത് അന്ന് നൈറ്റ് ടൈമിൽ ഈ പെൺകുട്ടി കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഈ പയ്യന് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇതൊക്കെ കഴിച്ച ആ ഒരു പയ്യൻ്റെ ബോധം പോവുകയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യനെ നേരെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അതിനുശേഷം ആ പയ്യൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ അഴിച്ചു മാറ്റുകയാണ്, ഫുൾ നെയ്ക്കഡ് ആക്കുകയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി തൻ്റെ സ്വന്തം ഡ്രസ്സും അഴിച്ചു മാറ്റി. അതിനുശേഷം ഇവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള രീതിയിൽ ഒരുപാടധികം ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ എടുത്തു വെക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. അപ്പോൾ ഈ പയ്യൻ നോക്കുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, തനിക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആ പയ്യന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ പയ്യൻ നോക്കുമ്പോൾ ആ പെൺകുട്ടിയും അവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാതെ ആദ്യം തന്നെ ആ പെൺകുട്ടി ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, നീ എന്തായാലും US തന്നെ ഇട്ടിട്ട് പോകുന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത് താങ്ങാനായിട്ട് പറ്റില്ല. സോ അതിനൊരു പ്രിക്വേഷൻ എന്നുള്ളൊരു നിലക്ക് ഞാനത് എടുത്തു വെച്ചതാണ്. ഇനിയിപ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും മറ്റുമൊക്കെ ഞാൻ പുറത്തു വിടും, അതേപോലെ തന്നെ ഇത് ഞാൻ പോലീസിനും അയച്ചു കൊടുക്കും, എന്നിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നീ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തതാണെന്നൊക്കെ ആ ഒരു പയ്യനോട് പറയുകയാണ്. അവസാനം ആ ഒരു പയ്യൻ ആ ഭീഷണിക്ക് വഴങ്ങുകയായിരുന്നു. അങ്ങനെ ആളുടെ പാരൻസിനെയും മറ്റൊക്കെ വിളിച്ചു. എനിക്ക് പെൺകുട്ടിയല്ലാതെ വേറെ ആരും വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവസാനം ആ പയ്യൻ്റെ പാരൻസും ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി തൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്നത്. അതായത് ലക്ഷങ്ങളുടെ ഷോപ്പിംഗ് ആയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ പെൺകുട്ടി നടത്തിയത്. അതായത് ഓൾറെഡി ഈ പയ്യൻ്റെ ഫാമിലി നല്ല റിച്ച് ഫാമിലി ആയിരുന്നു, കോടികൾ ആസ്തിയുള്ള ഒരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നല്ലപോലെ പൈസ ഉണ്ടെന്ന് ഈ പെൺകുട്ടിക്ക് അറിയാം. അപ്പോൾ ഗോൾഡായിട്ടും ബാക്കിയുള്ള ഗാഡ്ജറ്റ്സ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടും ഒക്കെ ഒരുപാടധികം പൈസ ആ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും ഈ പെൺകുട്ടി ഊറ്റുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലം കൊണ്ട് ഏകദേശം ഒരു 40-50 ലക്ഷം രൂപ വരെ ആ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഊറ്റിയതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് ആ പയ്യന് ഈ പെൺകുട്ടിയുടെ ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ജയ് തന്നെയല്ല ഇഷ്ടപ്പെട്ടത്, തൻ്റെ പണത്തിനാണെന്നും, അപ്പോൾ ജസ്റ്റ് ആ ഒരു പണം ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രത്തോളം ആക്ട് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പയ്യന് മനസ്സിലാവുകയാണ്. അതായത് ഈ ഒരു കല്യാണത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റുക മാത്രമായിരുന്നു ഈ ജയ് ജമീമ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ലക്ഷ്യമെന്നുള്ളത് വളരെ വൈകിയായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയത്. അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ഈ ഒരു പയ്യൻ പ്ലാൻ ഇടുകയായിരുന്നു. അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആളെ കൊണ്ട് അതിന് സാധിച്ചില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വീട്ടുതടങ്കലിലായിരുന്നു ആ ഒരു പയ്യൻ. അതായത് ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടിയുടെ കൂട്ടാളികളൂടെ വരികയാണ്. ആ ഒരു പയ്യനെ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ്. അതേപോലെ തന്നെ കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്നുള്ളത് മാത്രമായിരുന്നു ആ ഒരു പയ്യൻ്റെ മൈൻഡിൽ. അങ്ങനെയാണ് ഒക്ടോബർ 4, 2024 ആ ഒരു വീട്ടിൽ നിന്ന് ആ പയ്യൻ എസ്കേപ്പ് ആകുന്നതും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതിനുശേഷം ഞങ്ങളുടെ വിവാഹം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പണം മാത്രമായിരുന്നു. അപ്പോൾ ഒരുപാടധികം പൈസ ലൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതേപോലെ തന്നെ എന്നെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസുകാരുടെ അടുത്ത് ഈ ഒരു പയ്യൻ പറയുകയാണ്. അപ്പോൾ പോലീസുകാരായും തന്നെ വിചാരിച്ചത് ഇത് ജസ്റ്റ് ഒരു ഫ്രോഡ് കേസാണ്, ഈ ഒരു പെൺകുട്ടി പയ്യനെ സ്കാം ചെയ്തിരിക്കുകയാണ്, അത്തരത്തിലുള്ളൊരു ചെറിയൊരു തട്ടിപ്പ് കേസായിട്ടായിരുന്നു ഈ പോലീസുകാർ അതിനെ ആദ്യം കരുതിയത്. അപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങി ഈ ഒരു പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കൂടുതലായിട്ടൊന്നും തന്നെ ലഭിച്ചില്ല. എന്നാൽ അതിൻ്റെ ഇടയിൽ അവർ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു. ആ ഒരു ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ വരെ ഞെട്ടിപ്പോയത്. അങ്ങനെയാണ് ഇത് അവരുടെ ഒരു തൊഴിലാണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. ഒരുപാടധികം ആളുകളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഇവർ അതിനോടകം തന്നെ തട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫോണിൽ നോക്കുമ്പോൾ 15-ലേറെ ആളുകളുമായിട്ട് ഇത്തരത്തിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോസും മറ്റുമൊക്കെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുകയായിരുന്നു. അതുപോലെ ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷനും മറ്റൊക്കെ നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും മറ്റുമൊക്കെ നടത്തി കോടിക്കണക്കിന് രൂപ തട്ടിയ ഒരാളെയാണ് തങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായത്. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് മീഡിയാസിലും മറ്റും ന്യൂസ് കൊടുക്കുകയായിരുന്നു. കാരണം ആരും തന്നെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പെൺകുട്ടിക്ക് എതിരായിട്ട്. എന്നാൽ ഇത്തരത്തിലൊരു ഫോട്ടോയും അതേപോലെ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഒരാൾ ഫ്ലൈറ്റ് പിടിച്ച് നേരെ വൈസാഗിലോട്ട് വരികയാണ്.
ആൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആണ് ആൾ ഈ ഒരു ജയ് ജമീമ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് കണക്റ്റ് ആകുന്നത്. അപ്പോൾ വൈസാഗിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആൾ വന്നതായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഇയാൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഈ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്ത് ഈ ഒരു പെൺകുട്ടിയുടെ ഭംഗിയിൽ മയങ്ങി ഇവർ തമ്മിൽ എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിലോട്ട് ആവുകയായിരുന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചിരുന്നതും ഈ പെൺകുട്ടി തന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇവർ ഒരു കമിതാക്കളുടെ പോലെ അവരുടെ ലൈഫും കാര്യങ്ങളും കുറച്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാണ്. എന്നാൽ ഈ പയ്യനുണ്ടായ സെയിം അനുഭവം ഈ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കും ഉണ്ടാവുകയാണ്. ഒരു ദിവസം ഇതുപോലെ തന്നെ എന്തോ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം എന്താ പറയുക ഈ ഫോട്ടോസ് നേക്കഡായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം എടുത്തു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുത്ത് ഇയാളെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് താൻ ആവശ്യപ്പെടുന്ന പണം തനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും മറ്റുമൊക്കെ നിങ്ങളുടെ അമ്മക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും അയച്ചു കൊടുക്കും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും പബ്ലിഷ് ചെയ്യും തുടങ്ങിയിട്ടുള്ള ഭീഷണികളായിരുന്നു ഇയാൾക്കെതിരെ ഇവർ മുഴക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇത് പേടിച്ചുകൊണ്ട് ഇയാൾ അവർ ചോദിക്കുന്ന പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 70 ലക്ഷം രൂപയോളം ഇയാളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിനും ഏകദേശം 1 വർഷം മുൻപാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നത് എന്നാണ് ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണമെന്ന് ആ ഒരു പെൺകുട്ടിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും ആ പെൺകുട്ടി തീരെ കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നും, അതുപോലെ തന്നെ ഒരു 3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ ഞാൻ ശല്യം ചെയ്യില്ല എന്നുള്ള കാര്യം ആ ഒരു പെൺകുട്ടി പറഞ്ഞതായിട്ട് ഇയാൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ 3 കോടി രൂപ കൊടുക്കാനായിട്ട് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാളത് പറ്റില്ല, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ ആ ഒരു ജയ് ജമീമ എന്ന് പറയുന്ന പെൺകുട്ടി കേൾക്കാനുള്ള ഒരു ഇതൊന്നും കാണിച്ചില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ അതുകൊണ്ടൊന്നും തീരാതെ ആ ഫോട്ടോസും മറ്റും ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ്, അതായത് വൈഫിനും അതുപോലെ തന്നെ അമ്മയ്ക്കും ഷെയർ ചെയ്തതായിട്ടും ഇയാളുടെ ഫാമിലി ലൈഫ് തന്നെ തകർന്നതായിട്ടും ഒക്കെ ഇയാളുടെ കംപ്ലൈൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മാത്രമല്ല ഒരുപാടധികം ആളുകളുടെ ജീവിതം തന്നെ ഇവൾ തുലച്ച് കളഞ്ഞിട്ടുണ്ട്, ഇവൾ ഒരിക്കലും പുറത്തു വിടരുത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു എന്താ പറയുക കേസിനെ കുറിച്ചൊരു ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ എൻക്വയറി ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. അതായത് ഈ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഇതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു, എല്ലാം നല്ല പ്ലാൻഡ് ആയിട്ടാണ് നടത്തുന്നത്. ഇതൊറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെയാണ് ഗ്യാങ്ങിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് എൻക്വയറി ചെയ്തത്. അപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ പെൺകുട്ടിയുടെ കൂടെയുള്ളത് വേറെ ആരും ആയിരുന്നില്ല, ഈ പെൺകുട്ടിയെ വളർത്തിയ മാമനുണ്ടല്ലോ, അങ്കിള്, അയാളായിരുന്നു. അതായത് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിൽ ഒരുമിച്ചായിരുന്നു. അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് ജോലി എടുത്ത് പൈസ ഉണ്ടാക്കാനൊന്നും വലിയ താല്പര്യമില്ല, എന്നാലാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം പൈസ പെട്ടെന്ന് വേണോ താനും. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇവർ രണ്ടുപേരെയും കൂടാതെ വേറെ 3 പേര് കൂടെ ആ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇവരെ രണ്ടുപേരെയും മാത്രമേ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 3 പേരും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു തട്ടിപ്പിൽ പെട്ട, അതായത് ഈ ജയ് ജമീമയുടെയും അവരുടെ ഗ്യാങ്ങിൻ്റെയും തട്ടിപ്പിൽ പെട്ട ഈ വീഡിയോസും മറ്റിലൊക്കെ ഉള്ള ഒരുപാടധികം ആളുകളെ പോലീസുകാർ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു കേസ് കൊടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട്. എന്നാൽ അധികം ആരും തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആരും തന്നെ കേസ് കൊടുക്കാനും മറ്റൊന്നും തയ്യാറായില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരാന്നുണ്ടെങ്കിൽ തങ്ങളുടെ മാനം പോകുമെന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടായിരുന്നു. പൈസ പോയത് പോട്ടെ, അറ്റ്ലീസ്റ്റ് മാനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ഒരുപാടധികം ആളുകളായിരുന്നു ഇവരുടെ വലയിൽ പോയിട്ട് പെട്ടിട്ടുണ്ടായത്. അതായത് ഇവരുടെ വലയിൽ പോയി പെട്ടിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ റിച്ച് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരെ ത്രട്ടൺ ചെയ്യാനായിട്ട് ഇവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അതായത് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തു വിടും, അപ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇപ്പോൾ ഫാമിലിയുള്ള ആളുകളെ അവർ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അതായത് ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആളുകളെ അവരെ പേടിപ്പിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടിക്കെതിരെ. അതായത് ഇത്രയും പൈസ എക്സ്ട്രോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും മാത്രമേ ഒഫീഷ്യലായിട്ട് അവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഈ പെൺകുട്ടിയും അങ്കിളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഈ കേസിൽ എന്തൊക്കെ ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇവർ 5 പേരും മാത്രമാണോ ഇത്തരത്തിലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്? ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കൂടാതെ വേറെയും ആളുകളുണ്ടോ? ഇതെത്രത്തോളം വലിയൊരു ഗ്യാങ് ആണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി തന്നെ വരും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.